ഈ വിജ്ഞാനയാത്രയിൽ ഷാലു യജ്ഞത്തിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള ആകാംക്ഷാഭരിതമായ ചോദ്യത്തിന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഉത്തരം. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. Thumbs up is the signal. Shalu, welcome back. ഷാലു, യജ്ഞത്തിൽ രാഷ്ട്രീയവും കലയും സാഹിത്യവും എല്ലാം ഉണ്ട്. അതിൽ നിന്ന് ഷാലുവിന് ലഭിക്കുന്ന അല്ലെങ്കിൽ ഷാലു എടുക്കുന്ന ആ വിഷയത്തെ ആസ്പദമാക്കി ഒരു വ്യക്തിയുടെ പേര് ഷാലു മനസ്സിലോർക്കണം. 21 ചോദ്യങ്ങൾ ഇല്ല, എനിക്കത് കണ്ടുപിടിക്കാൻ 18 ചോദ്യങ്ങളെ അനുവദിച്ചിട്ടുള്ളൂ. എന്നാൽ ഷാലുവിനാകട്ടെ ഉത്തരം പറയുവാൻ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയുടെ സഹായം ഉപയോഗിക്കാം. 6 തവണയോളം കമ്പ്യൂട്ടറിൻ്റെ സഹായം ഷാലുവിന് തേടാം. ഒരു വിഷയം തിരഞ്ഞെടുക്കും. പരമ്പരകളിലെ ഈ പ്രതിഭ എന്നെ നന്നായി പമ്പരം കറപ്പിക്കുമോ? യജ്ഞം. യജ്ഞത്തിൽ 3 റൗണ്ടുകളാണ് ഉള്ളത്. ആദ്യ ബൗളിൽ നിന്നും എടുക്കുന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു വ്യക്തിയെയാണ് ഇത്തവണ മത്സരാർത്ഥി ആലോചിക്കേണ്ടത്. 25,000 രൂപയ്ക്ക് അർഹമാകുന്ന ഈ റൗണ്ടിൽ ജയിച്ചാൽ അടുത്ത പടിയിലേക്ക്, പരാജയപ്പെട്ടാൽ 2,500 രൂപയുമായി മടങ്ങാം. യജ്ഞത്തിലെ 2ാം റൗണ്ടിൽ മത്സരാർത്ഥി ചിന്തിക്കേണ്ടത് ബൗളിലെ വിഷയത്തിൽ നിന്നും അതിനോടനുബന്ധിച്ച ഒരു സംഭവമാണ്. 50,000 രൂപയ്ക്ക് അർഹമാകുന്ന ഈ റൗണ്ടിൽ ജയിച്ചാൽ അടുത്ത പടിയിലേക്ക്, പരാജയപ്പെട്ടാൽ 5,000 രൂപയുമായി മടങ്ങാം. യജ്ഞത്തിലെ 3ാം റൗണ്ടിൽ മത്സരാർത്ഥി ചിന്തിക്കേണ്ടത് ബൗളിലെ വിഷയത്തിൽ നിന്നും അതിനോടനുബന്ധിച്ച ഒരു സ്ഥലമാണ്. 1,00,000 രൂപയ്ക്ക് അർഹമാകുന്ന ഈ റൗണ്ടിൽ ജയിച്ചാൽ അന്തിമ മേഖലയായ രാജസൂയത്തിലേക്ക് കടക്കാം, പരാജയപ്പെട്ടാൽ 10,000 രൂപയുമായി പുറത്തേക്ക്, പിൻവാങ്ങിയാൽ 25,000 രൂപ. ഷാലു, എന്നെ വട്ടം കറപ്പിക്കാൻ തന്നെയാണ് ഷാലുവിന്റെ തീരുമാനം അല്ലേ? അങ്ങനൊന്നുമില്ല, എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഒരു പണി തരാം എന്നാണ്. എനിക്കൊരു പണി തരാനായി ഷാലു മനസ്സിൽ കരുതി വെച്ച ആ വ്യക്തിയുടെ പേര് അംഗീകരിക്കുന്നു ശ്രീ വി കെ ശ്രീരാമൻ? അംഗീകരിക്കുന്നു. ആ വ്യക്തിയെക്കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കമ്പ്യൂട്ടർ സഹായിക്കും. നിമ്മി, ആരൊക്കെയാ ഷാലുവിന്റെ കൂടെ സഹായത്തിന്? ശ്രീ വി കെ ശ്രീരാമൻ, നിമ്മി, കമ്പ്യൂട്ടർ, പിന്നെ ഈ ഇരിക്കുന്ന നമ്മുടെ പ്രിയങ്കരായ പ്രേക്ഷകർ. സംശയമുണ്ടോ? സംശയമുണ്ടെങ്കിൽ അവരുടെ കരഘോഷം കൊണ്ട് അവർ ആ സംശയം അസ്ഥാനത്താണെന്ന് പറയും. ശരി, കുടുംബ പോലീസ് കൈരളി ടിവിയിലൂടെ പ്രേക്ഷകർക്ക് വളരെ പ്രിയങ്കരവും പരിചിതവുമായിരുന്ന കുടുംബ പോലീസിൽ ഷാലു അഭിനയിച്ച വേഷത്തിന്റെ പേര് ആലീസ് അല്ലേ? ഭർത്താവിന്റെ പേര് പ്രതാപചന്ദ്രൻ. അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം SI ആണ്. എവിടെ? ഏത് സ്റ്റേഷനിൽ? തച്ചൻകോട്. ഇപ്പൊ താമസിക്കുന്നതോ? ആ പ്രദേശത്ത് തന്നെ, തച്ചൻകോട്, അവിടെ തന്നെയാണ് താമസിക്കുന്നത്. കുട്ടികൾ? ഒരു മോള്. ഏത് ക്ലാസ്സിൽ? 2ാം ക്ലാസ്സിൽ. എവിടെ? ഏത് സ്കൂളില്? അയ്യോ, സ്കൂൾ ഇതുവരെ പറഞ്ഞിട്ടില്ല, സോറി. ഞാൻ ചോദിച്ചത് ഷാലുവിന്റെ കാര്യങ്ങളാണ്. എന്റെ കാര്യങ്ങൾ ഞാൻ ആലീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചത് ഷാലുവിന്റെ കാര്യമാണ്. അത് ആലീസിനെ കുറിച്ച് ചോദിച്ചു, ബാക്കി പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ചോദിച്ചു. അതാണ് ഹസ്ബൻഡ് പ്രതാപചന്ദ്രൻ, ഒരു മോള് പറഞ്ഞത്. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് എന്റെ ഡീറ്റെയിൽസ്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഭർത്താവും ഇല്ല, കുട്ടികളും ഇല്ല. നെഗറ്റീവ് കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നു, രസകരമായ കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നു, ഹ്യൂമറും കൈകാര്യം ചെയ്യാറുണ്ട്. അതെ. മറ്റെന്തൊക്കെയുണ്ട് കലാപ്രവർത്തനങ്ങൾ? ക്ലാസിക്കൽ ഡാൻസറാണ്. പിന്നെ ഹോബീസ്, ചെറിയ തോതിലുള്ളൊരു റീഡിങ് ഹാബിറ്റ് ഉണ്ട്. പിന്നെ അഭിനയം തന്നെയാണ് പാഷൻ. അഭിനയം ഒഴിച്ചാൽ ഡാൻസിങ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആരംഭിക്കാം. ഷാലു, എൻ്റെ ആദ്യത്തെ ചോദ്യം. ഷാലു വിചാരിച്ച വ്യക്തി ഒരു പുരുഷനാണോ? അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. 50 വയസ്സ് കഴിഞ്ഞോ? ഇല്ല.
പുരുഷൻ അല്ല, ജീവിച്ചിരിപ്പുണ്ട്, 50 വയസ്സ് കഴിഞ്ഞില്ല. സ്പോർട്സ് അല്ല. അല്ല. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ മേഖല? അതെ. കല അല്ല. സാഹിത്യം അല്ല. ഇന്ത്യൻ അല്ല. ഏഷ്യൻ? അതെ. സാർക്ക് രാജ്യങ്ങളിൽ ഒന്നാണ്. ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ ഇതിലൊന്നാണോ രാജ്യം? അതെ. 40 വയസ്സ് കഴിഞ്ഞു ആ വ്യക്തിക്ക്? ഇല്ല. ഇല്ല. ഏതെങ്കിലും അധികാര പദവി കൈകാര്യം ചെയ്യുന്നുണ്ടോ അവർ? ഇല്ല. 30 വയസ്സ് കഴിഞ്ഞു ആ വ്യക്തിക്ക്? ഇല്ല. ഇല്ല. രണ്ടായിരത്തി 13 ഒക്ടോബർ മാസത്തിൽ ബരാക് ഒബാമയും ആ വ്യക്തിയും തമ്മിൽ മുഖാമുഖം കണ്ടോ? ചർച്ച ചെയ്തോ? സംഭാഷണത്തിൽ ഏർപ്പെട്ടോ? അതെ. നല്ല കണ്ണുകളാണ് ശാലുവിൻ്റെ. ഒരുപാട് പേരുടെ അഭിപ്രായമാണ്. താങ്ക് യു. വലിയ ഉയരങ്ങളിലേക്ക് ശാലു എത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശാലു വിചാരിച്ച വ്യക്തിക്ക് ജീവിതത്തിൽ ഉണ്ടായ വലിയൊരു അപകടത്തിന് കാരണക്കാരായവർ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പിടിയിലായി. അതെ. ഒരു പുസ്തകത്തിനും ഒരു പേനയ്ക്കും ഒരു കുട്ടിക്കും ഒരു അധ്യാപകനും ഈ ലോകത്തിനെ മാറ്റിമറിക്കാൻ കഴിയും. വിദ്യാഭ്യാസമാണ് ശാശ്വതമായ പരിഹാരമെന്ന് പറഞ്ഞു. അവരുടെ ജീവിതത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കാൻ അവസരം ലഭിച്ചപ്പോൾ ആ പ്രസംഗം ആരംഭിച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ഡേവിഡ് കാമറൂണിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണോ? അതെ. ശാലു, അടുത്ത ചോദ്യം വളരെ നിർണായകമാണ്. ആ ചോദ്യത്തിന് ശാലു അതെ എന്നുത്തരം പറഞ്ഞാൽ മാത്രമേ ശാലുവിൻ്റെ മനസ്സിലാര് എന്നെനിക്ക് കണ്ടുപിടിക്കാൻ കഴിയൂ. ആ വ്യക്തിയിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും നിർണായകമായ ചോദ്യം അതാണ്. ചോദിക്കട്ടെ? ഇത് ഒന്നാണ്. അതെ. ആശ്വാസമായി. ഇതൊന്നല്ല എന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആകെ പ്രയാസപ്പെട്ടു പോയേനെ. കാരണം ഇതൊരു വിരലാണ്, ഇതൊന്നല്ല എന്ന് ശാലു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉത്തരം പറയില്ല. കാരണം എനിക്ക് ആളിലേക്ക് എത്താൻ കഴിയില്ല. ഇത് ഒന്നാണ് എങ്കിൽ ആ ലോകത്ത് അങ്ങനെ ഒരേ ഒരു വ്യക്തി മാത്രമേ. പോരാട്ടത്തിന്റെ ആ ഏകഭാവം, അറിവ് നേടുക എന്നത് അടിസ്ഥാന അവകാശമായി കാണുന്ന ആ മനുഷ്യ രൂപം, ശിരസിൽ സ്വാത് താഴ്വരയിൽ വെച്ച് വാഹനത്തിൽ വെച്ച് തറച്ചു കയറിയ വെടിയുണ്ടകൾക്ക് തകർക്കാൻ കഴിയാത്ത ആത്മവിശ്വാസത്തിൻ്റെ ആ ആൾ രൂപം വിദേശ ആശുപത്രിയിൽ ദീർഘകാലം ചികിത്സയിൽ ഏർപ്പെടേണ്ടി വന്ന് അതിനുശേഷം പൊതുലോകത്തിൻ്റെ മുഖ്യധാരയിലേക്ക് സജീവമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചുറപ്പിച്ച ആ വ്യക്തി 2013 ഒക്ടോബർ മാസം 11-ാം തീയതി ബരാക് ഒബാമയെ സന്ദർശിച്ചപ്പോൾ പറഞ്ഞത് പാകിസ്ഥാനിലെ ഭരണാധികാരികൾ പോലും പറയാൻ ധൈര്യം കാണിക്കാത്ത ഒരു കാര്യമാണ്, മിസ്റ്റർ ഒബാമ, താങ്കൾ പാകിസ്ഥാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡ്രോൺ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം എന്ന്. അമേരിക്കൻ പ്രസിഡന്റിന്റെ മുഖത്ത് നോക്കി ഈ ആവശ്യം ഉന്നയിച്ചത് ഒരു കുട്ടിയാണ്. ആ കുട്ടി ഈ ലോകത്തിലെ ഏറ്റവും വലിയ കുട്ടിയായി മാറി. മലാല യൂസഫ്സായി ആണോ? അതെ. ശാലു, മനോഹരമായൊരു തിരഞ്ഞെടുപ്പാണ്. കാരണം നമ്മളെല്ലാം ഓർക്കേണ്ട വ്യക്തി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ ഓർത്തു എന്ന് പറയുമ്പോൾ മനസ്സിൽ അഭിമാനം തോന്നുന്നതിന് കാരണമാകുന്ന ഒരു വ്യക്തി. മലാല യൂസഫ്സായി പാകിസ്ഥാനിൽ സ്വാത് ജില്ലയിൽപ്പെട്ട മിങ്കോരയിലെ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു മലാല യൂസഫ്സായി.
പെൺകുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസം നേടുന്നതിനെതിരെയുള്ള താലിബാന്റെ നിരോധനത്തോടുള്ള പ്രതിഷേധത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പ്രശ്നങ്ങളുടെയും പേരിലാണ് മലാല അറിയപ്പെടുന്നത്. പാകിസ്ഥാന്റെ ആദ്യ ദേശീയ സമാധാന പുരസ്കാരം, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം എന്നിവ നേടി. 2012 നവംബർ 10 അന്താരാഷ്ട്ര മലാല ദിനമായി ആചരിച്ചു. നൊബേൽ സമ്മാനം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മലാല. ഷാലു, കൺഗ്രാറ്റുലേഷൻസ്. ഈ അശുഭഹാരം മിർ റിയൽറ്റേഴ്സിന്റെ ക്യാഷ് അവാർഡ്. പാട്ട് പാടുന്നു, ഒന്ന് നിർബന്ധിച്ചോട്ടെ, 2 വരികൾ ശ്രമിക്കാം. മലരൊളിയേ മന്ദാര മലരേ മഞ്ചാടി മണിയേ ചാഞ്ചാടും അഴകേ പുതുമലരേ പുന്നാര മലരേ എന്നോമൽ കുളിരേ എൻ കുഞ്ഞുമണിയേ ലാലി 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 ലാലിലോ. നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ ഞാനൊരു മണ്ടനാകുമായിരുന്നു അല്ലേ? ഷാലു മനോഹരമായി മലരൊളിയെ എന്ന് പാടിയത് മലയാളികൾ കേൾക്കുകയും ചെയ്തു മനം നിറയെ അല്ലേ? മലരൊളി തിരളും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്ക.